ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കി ഒരു തരത്തിൽ ഇവരുടെയൊക്കെ മുന്നിൽ വലിയ ഷോ കാണിച്ച് അവിടെ നേരിട്ട് പോയി. പിന്നെ പവിത്ര ഇവർ ഉന്തിത്തള്ളി ഒരു തരത്തിൽ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായി നമ്മുടെ നന്ദയും ഗൗതവും നല്ല ഉറക്കം. ഗൗതം പതുക്കെ എഴുന്നേറ്റു. അപ്പോഴേക്കും ഫോണിൽ ബെല്ല് വന്നു. അത് കേട്ടോണ്ട് എഴുന്നേക്കുന്നത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ തൊട്ടപ്പുറം കിടപ്പുണ്ട്. ആ സമയത്ത് ഇനി പോവല്ലേ, ലീവ് പറ എന്ന് പറഞ്ഞ് നന്ദ ഇങ്ങനെ പതുക്കെ പറയുക. ആ സമയം ഗൗതം ഫോൺ എടുത്തു. ഹലോ, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് സാർ ഗുഡ് മോർണിംഗ്, നിങ്ങൾ എവിടെയാണ് എന്താണ് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. ഫോണിലൂടെ ഒരു കാര്യവും പറയാൻ ആ ഒരു സാഹചര്യമില്ല. പിന്നെ വളരെ മോശമായൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഉടനെ തന്നെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞു. നേരിൽ ബാക്കിയൊക്കെ പറയാമെന്നും പറഞ്ഞു. പിന്നെ ഗൗതത്തിനൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ ചാടി എഴുന്നേറ്റിട്ട് ഗൗതം നന്ദയോട് ഈ കാര്യം പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പം ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ, സാറ് ഭയങ്കര ഗൗരവത്തിലാണ്, അതിൻ്റെ അർത്ഥം എന്തോ സീരിയസ് ആയ പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണെന്ന് പറഞ്ഞപ്പം ഗൗതം സാർ പ്ലീസ് ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് നന്ദ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നത് കേൾക്ക്, പോയിട്ട് ഞാൻ ഓടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട ഗൗതം സാർ എന്ന് പറഞ്ഞ് നന്ദ. അപ്പോൾ എൻ്റെ മുത്തല്ലേ, നല്ല കുട്ടിയായിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞ് ഗൗതം ഇങ്ങനെ നന്ദയെ ചേർത്ത് പിടിക്കാം. എന്തായാലും നന്ദയുടെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ ഗൗതം പതുക്കെ എഴുന്നേറ്റിട്ട് പോവാം, പോയിട്ട് ഓടി വരാട്ടോ എന്നും പറഞ്ഞു. അങ്ങനെ വാഷ്റൂമിലേക്ക് പോയി റെഡിയായി നമ്മുടെ ഗൗതം പോകാൻ തയ്യാറെടുക്കുന്നു. ഈ സമയത്ത് പിന്നെ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ അടുക്കളയിൽ തിരക്കിട്ടോർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. പവിത്ര പതുക്കെ ആടി അങ്ങ് ചെന്നു. അപ്പോൾ പവിത്ര അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ ഇന്നലെ നീ ഇവിടെ കാട്ടിക്കൂട്ടിയതെന്ന് മോഹിനി ചോദിക്കുക. അപ്പം ഗൗതമേട്ടനും നന്ദയും എഴുന്നേറ്റോ എന്നും ചോദിച്ചുകൊണ്ട് പവിത്ര ചെല്ലുന്നത്. അപ്പോൾ ഗൗതമൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത് കണ്ടു എന്നാ പറഞ്ഞത്. അല്ലാതെ ഒരു ജോലി ഇല്ലാത്തവരെ വെറുതെ ഒരു ലക്ഷ്യമില്ലാതെ പോകുന്നത് കണ്ടു എന്ന് പറയുന്നത് പോലെ കളിയാക്കി പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴേക്കും പിങ്കി അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ഇവരുടെ സംസാരം കേൾക്കുക. അപ്പോൾ ആ ഒരു സംസാരത്തിൽ എന്താണ് ഇന്നത്തെ വിഷയമെന്ന് കേൾക്കാൻ ഇങ്ങനെ ഒളിച്ചു നിന്നാണ് പിങ്കി കേൾക്കുന്നത്. അതെല്ലാം കേട്ട് ഇങ്ങനെ പിങ്കി ഇങ്ങനെ ദേഷ്യം പെട്ട് നിൽക്കുമ്പം അല്ല അമ്മ ഉദ്ദേശിച്ചതേ ഇന്നലെ ആയിരുന്നല്ലോ അവരുടെ ശാന്തി മുഹൂർത്തം, അങ്ങനെ വരുമ്പോൾ ഭാര്യയും ഭർത്താവും ഇത്ര നേരത്തെയൊക്കെ എഴുന്നേക്കുവോ എന്നൊക്കെ ചോദിക്കാം. പിങ്കി അവിടെ നിന്ന് ഉരുകുവോ എങ്ങനെ. അപ്പം ഇല്ലല്ലോ എന്ന് പവിത്ര പറഞ്ഞപ്പം അതെ അതാ ഞാൻ ഉദ്ദേശിച്ചത്, അല്ല നന്ദയാണെങ്കിൽ ഇതുവരെ എഴുന്നേറ്റിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ലക്ഷ്മി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ എന്തിനാ അതൊക്കെ അറിയാൻ പോണത്. ഗൗതമന് ഡ്യൂട്ടി എന്നൊരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ഓടിയതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്ര. അപ്പോൾ പിങ്കി ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. പക്ഷേ ഇനി അതൊന്നും പറ്റില്ല എന്ന് കർശനമായിട്ട് തന്നെ പറയാൻ പോവുക ഞാനെന്നൊക്കെ ലക്ഷ്മി പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഇവർ രണ്ടുപേരും പുച്ഛിച്ച് നിൽക്കുക. അല്ല അവരെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ല ഇത്രയും കാലം ജീവിച്ചതുപോലെ ജീവിച്ചാൽ പോരെ, ഇനി എന്തിനാ പുതിയ നീട്ടൂരങ്ങളെന്നൊക്കെ ചോദിച്ചപ്പം പോരല്ലോ എന്ന് ലക്ഷ്മി. പിങ്കി ഇതൊക്കെ കേൾക്കുമല്ലേ, പിങ്കിക്ക് ഉള്ളംകാലി എന്ന് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലക്ഷ്മി എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുക. എത്രയും പെട്ടെന്ന് ഈ തറവാട്ടിൽ ഒരനന്തരാവകാശി വരണം. ആ കുഞ്ഞ് ജനിക്കുമ്പോഴും വളരുമ്പോഴും ഒക്കെ തുല്യ ഉത്തരവാദിത്വത്തോടെ നന്ദമോൾക്കൊപ്പം ഗൗതം മോനും വേണം. ഈ ഭാര്യയും സ്വന്തം കുഞ്ഞിനേക്കാളും ഒട്ടും വലുതല്ല ജോലിയും മറ്റു കാര്യങ്ങളൊന്നും. അപ്പോൾ അമ്മായി പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞ് പിങ്കി രംഗത്തേക്ക് വന്നു. ജോലിയും വരുമാനവും തന്നെയാണ് ഒരു പുരുഷന് ഏറ്റവും അത്യാവശ്യം. അതുണ്ടെങ്കിൽ ആവശ്യത്തിന് ചെലവാക്കാൻ പണം ഉണ്ടെങ്കിൽ മാത്രമേ ഭാര്യയും കുഞ്ഞും കുടുംബമൊക്കെ കാണുമെന്ന് പിങ്കി പറഞ്ഞു. 10 കാശിന് ഗതിയില്ലാത്ത പുരുഷന്മാർക്ക് പുൽക്കൊടിയുടെ വില പോലും കൊടുക്കില്ല ഭാര്യമാരെ, അതറിയാമോ എന്ന് പിങ്കി ചോദിക്കുമ്പം കറക്റ്റ്, ഇക്കാര്യം പിങ്കി ചേച്ചി പറഞ്ഞു തന്നെ സത്യം എന്ന് പവിത്രയും അതുപോലെ മോഹിനിയും ഒക്കെ സപ്പോർട്ട് പാടുന്നു. പിങ്കി മോളെ എതിർക്കാനൊന്നും ഞാനില്ല. പിന്നെ പല ഭാര്യമാരുടെയും കാര്യത്തിൽ ഇത് സത്യമായ കാര്യമാണെന്നും പറഞ്ഞു. അത് അവിടെ കൊള്ളിച്ചതാണ് നമ്മുടെ ലക്ഷ്മി. പക്ഷേ എൻ്റെ നന്ദമോളുടെ കാര്യത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും തെറ്റിപ്പോയി. എൻ്റെ നന്ദമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നന്ദമോൾക്ക് പണമോ മറ്റൊന്നും അല്ല മുഖ്യം, അവൾക്ക് വലുത് അവളുടെ ഭർത്താവാണ്. പിന്നെ പൈസ ഇല്ല, അല്ലെങ്കിൽ ഗൗതത്തിൻ്റെ അവസ്ഥ ഇതാണ്, ഇതൊക്കെ അറിഞ്ഞാലും ഒരക്ഷരം പോലും നന്ദമോളും മിണ്ടാൻ പോകുന്നില്ല. അവൾക്ക് ഒന്നിനോടും ഒരാസക്തിയില്ല, അത്യാഗ്രഹവും ഇല്ല, ഉള്ളതുകൊണ്ട് ജീവിക്കാൻ എൻ്റെ നന്ദമോൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയതാ എൻ്റെ ഗൗതം മോൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി പറയും തോറും പിങ്കിക്കങ്ങ് തിളച്ച് കയറിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ മോഹിനിയും പിങ്കിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി ചായ എടുക്കുക. അപ്പോൾ ഈ ചായ എടുത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്മി നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ ഇത് കൊണ്ടുപോയി റൂമിൽ കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞു പോകുമ്പോൾ
അമ്മായി ബുദ്ധിമുട്ടണമെന്നില്ല, ചായ ഇങ്ങത്താ, ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അങ്ങ് കയറിപ്പോണം. അപ്പോൾ പിങ്കിക്ക് എന്താ മാറ്റം വന്നതെന്ന് ഓർത്ത് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുവാട്ടോ. എന്നാൽ എന്തായിരിക്കും, എന്നാൽ ഈ പിങ്കി ചേച്ചിക്ക് എന്താ പറ്റിയത്, ഇന്നലെ പാല് കൊടുക്കുന്നു, ഇന്ന് ചായ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പവിത്ര നിൽക്കുമ്പം അതെ പിങ്കി ആ കക്ഷി നന്ദയും ഗൗതവും ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹിനി അന്നേരം പറഞ്ഞു. ലക്ഷ്മിക്ക് എന്തിനും ടെൻഷനായി. ലക്ഷ്മി അന്നേരം ടെൻഷൻ അടിച്ചിങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയം നമ്മുടെ നന്ദ ബെഡ്റൂമിൽ നല്ല ഉറക്കം. പിങ്കി റൂമിലേക്ക് ചെന്നപ്പോഴും നന്ദ നല്ല ഉറക്കമാണ്. ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ കിടക്കുന്ന നന്ദയെ കണ്ടുകൊണ്ട് പിങ്കി അകത്തേക്ക് കയറി ചെല്ലുന്നു. നന്ദയെ കണ്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര കലിപ്പാണ്. അപ്പോൾ ചാടി പിങ്കി നന്ദയെന്ന് വിളിച്ചപ്പോഴേക്കും നന്ദ ചാടി എഴുന്നേറ്റു. നോക്കുമ്പോൾ ചായയായിട്ട് നിൽക്കുന്ന പിങ്കി. ഇതെന്താ ഇത് എന്ന് നന്ദ ചോദിച്ചു. അപ്പം നിനക്കുള്ള ചായയാണെന്ന് പറഞ്ഞു. ആ അതെൻ്റെ മുഖത്തിന് നേരെയാണോ പിടിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നന്ദ ചോദിക്കുക. അത് നിനക്ക് ഉറക്കക്ഷീണം മാറിയോ എന്ന് നോക്കിയതാണെന്ന് പിങ്കി പറയുമ്പോൾ ആ ടേബിളിലേക്ക് വെച്ചേക്കാൻ പറഞ്ഞു നന്ദ. നന്ദയ്ക്ക് യാതൊരു കൂസലും ഇല്ല കേട്ടോ. നന്ദ ഒന്നും മൈൻഡേ ആക്കുന്നില്ല. നന്ദ നല്ല കൂളായിട്ടായിരിക്കുന്നത്. ഈ സമയത്ത് പിങ്കി നേരം കുറേ ആയല്ലോ, എഴുന്നേക്കുന്നില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ നന്ദ ഉറങ്ങിയപ്പോൾ കുറേ വൈകിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിങ്കിക്ക് ടെൻഷനായി. പിങ്കിക്ക് കലി കയറാൻ തുടങ്ങി. പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ പല്ല് കടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നന്ദ ആരാ പൊന്നുമോള്, നന്ദ എങ്ങനെ അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇരിക്കും. അപ്പം ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയപ്പോഴേക്കും പിങ്കിയുടെ കൊലിപ്പങ്ങ് കയറി. എന്നെ ഭ്രാന്തിയാക്കിയിട്ട് ഒടുവിൽ വിട്ട് കളഞ്ഞല്ലേ ഗൗതം നീ ഈ കിടക്കയിൽ, നിങ്ങൾ മറ്റൊരുത്തിയോടൊപ്പം ശാന്തി മുഹൂർത്തം ആഘോഷിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചു കിടന്ന് ഭ്രാന്തിയെ പോലെ നിന്ന് എന്തൊക്കെയോ പിച്ചും പേയും പറയാം. എന്നിട്ട് അവിടെ കിടന്ന ബെഡ്ഷീറ്റ് എല്ലാം കൂടെ വലിച്ചു വാരി എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പം നന്ദ റൂമിൽ വന്നപ്പോൾ ബെഡ്ഷീറ്റും ഇല്ല, പുതപ്പും ഇല്ല, ഒന്നുമില്ല. അപ്പോഴേക്കും ഇതെന്താ പിങ്കി എന്ന് പറഞ്ഞിട്ട് നന്ദ പിന്നാലെ ഓടി ചെന്നപ്പോൾ എന്താ അവിടെ ഇരുന്ന കുറേ പെട്രോളോ മണ്ണെണ്ണ ഏതാണ്ട് എടുത്തുകൊണ്ട് വന്ന് ഒഴിച്ച് ഈ സാധനം കത്തിക്കാനായിട്ട് തുടങ്ങുന്നത് കണ്ടുകൊണ്ടാണ് നന്ദ ഓടി വരുന്നത്. നന്ദ നോക്കുമ്പോൾ ഇവളിതിങ്ങനെ ഭ്രാന്തിയെപ്പോലെ നിൽക്കുക. അപ്പം നന്ദ ചോദിച്ചു, നീ എന്താ കാണിക്കണ പിങ്കിന്ന്? ഞാനിത് കത്തിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് പിങ്കി ഒരുമാതിരി അഴിഞ്ഞാട് വച്ചായിരിക്കും കിടന്നിട്ട് ഭ്രാന്തിയായിട്ട്. നന്ദ ഇതൊക്കെ കണ്ട് ഇങ്ങനെ എന്താ പറയേണ്ടത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. നിനക്കത് ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിച്ചു. അതെടി ഭ്രാന്തല്ലടി, മുഴുവൻ ഭ്രാന്താടി എനിക്ക്, നീ എൻ്റെ മുന്നിൽ നിന്ന് മാറി നിന്നു, അതാ നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ അമ്മേ ചെറിയമ്മേ ഓടിവാ എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ നന്ദ വിളിക്കുക എല്ലാവരെയും. എന്നിട്ട് പിങ്കിക്ക് ഒരു കൂസലില്ല. പിങ്കി ഇത് കത്തിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും നന്ദ കയറി പിടിച്ചു. പിന്നെ മാറാനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു ഉന്തും തള്ളുമായി. പിന്നെ നന്ദയെ പിടിച്ച് പിങ്കി ഒരു തള്ളും തള്ളിയിട്ട് തീ കത്തിച്ച ഈ തുണിയിലേക്ക് ഇടാൻ നോക്കുക കേട്ടോ. അങ്ങനെ ആ തുണിയിലേക്ക് ഇട്ടു. തുണി ഇങ്ങനെ അവിടെ കിടന്ന് കത്തി എരിയുന്നു. ഇത് കണ്ടിട്ടും വട്ട് കയറി ഇങ്ങനെ അവിടെ പിങ്കി നിൽക്കുക. പിങ്കിയുടെ ആ ഒരു എന്താ പറയുന്നത്, ആ നേരത്തെ ആ ഒരു മാനസികാവസ്ഥ അത്രത്തോളം ഉണ്ട്. ആ സമയത്ത് പിങ്കി ഇതെല്ലാം കത്തി അമരുന്നത് കണ്ട് നന്ദയെ നോക്കി ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നന്ദ ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല. പിങ്കിക്ക് സന്തോഷമായി. അപ്പോഴേക്കും എല്ലാവരും ഓടി വന്നു. അയ്യോ ഇത് എന്താ ഇത്, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഓടി വന്ന് അപ്പോഴേക്കും അരുന്ധതിയും വന്നു. നീ എന്താ പിങ്കി കാണിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായി പിങ്കിക്ക് മറ്റേ ആ ഒരു ഭ്രാന്താണെന്ന്. അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇത് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അത് വലിയ സീനായി. ഇവിടെ പിങ്കി ഇങ്ങനെ എന്താ പറയുന്നത് ഒരു വക വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായി ഇവർ തമ്മിൽ ജീവിച്ചതിൻ്റെ ആ കുശുമ്പ് കൊണ്ടാണെന്ന്. എന്നിട്ട് നന്ദ അവിടുന്ന് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര കലിപ്പോട് കൂടി പിങ്കി നേരെ ബാത്റൂമിലേക്ക് ഓടി. പിന്നെ പിന്നാലെ എല്ലാവരും കൂടെ ചെന്നു. ഈ സമയത്ത് നമ്മുടെ നന്ദ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പിങ്കിയുടെ ഒരു വക സ്വഭാവം. അപ്പോൾ നീ എന്താ ഈ കാണിച്ചത് എന്ന് ചോദിച്ച് ആ ഒരു ഇതിൽ നമ്മുടെ അരുന്ധതി പിങ്കിയോട് ചോദിക്കുമ്പോഴേക്കും മരിച്ചു പോയവരുടെ വസ്ത്രവും മറ്റുമൊക്കെ ദഹിപ്പിച്ച് കളയാറില്ലേ നമ്മൾ, അതുപോലെ ഒരു ചടങ്ങാണ്, ഞങ്ങൾ കരുതിയാൽ മതി എന്ന് പറഞ്ഞ അരുന്ധതിയുടെ നേർക്കും പിങ്കി നിൽക്കുവാണ്. അതൊക്കെ എല്ലാവരും ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കി നിൽക്കുക. നമ്മുടെ നന്ദ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. കാരണം നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായി. അതിന് മരിച്ചവരാരും ഇല്ലല്ലോ ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി പറഞ്ഞപ്പോൾ ഇവളിത് വെറുതെ പറയുക. ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടുപേരും ബെഡ്റൂമിൽ വെച്ചിരുന്ന ബെഡ്ഷീറ്റാണ് ഇവളെടുത്തുകൊണ്ടേ കത്തിച്ചതെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു. അപ്പം പിങ്കി ഞാൻ ഈ കേട്ട നേരാണെന്ന് ലക്ഷ്മി ചോദിച്ചു. നീ നന്ദയുടെയും ഗൗതത്തിൻ്റെയും ഷീറ്റാണോ കത്തിച്ചതെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞപ്പം അതെ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ കിടന്ന് അലറി അങ്ങ് വിളിച്ചു. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ഈ പിങ്കിയുടെ ആ ഒരു ഭാവമൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലി വരുന്നുണ്ട്. അപ്പം നന്ദ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്, രക്തം തിളച്ച നന്ദയിൽ നിൽക്കുന്നത്. പിങ്കി അത്രയും ധൈര്യത്തോടു കൂടി അവിടെ കിടന്ന് പറഞ്ഞപ്പം ആദ്യ രാത്രിയിൽ ഉപയോഗിക്കുന്ന കിടക്കവിരികളും മറ്റും പിറ്റേന്ന് പുലർച്ചെ തന്നെ കത്തിക്കുന്ന ഒരു ആചാരമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ കിടന്ന് അങ്ങോട്ട് വലിയ ഷോ ഇറക്കുക. നന്ദ ഇതൊക്കെ കേട്ടിട്ട് ഇവക്ക് വട്ടാന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവക്ക് കുശുമ്പ് പെരുത്തിട്ടാണെന്നുള്ള കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്ര എന്തായിരുന്നു അങ്ങനെ ഒരു ആചാരം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ കേട്ടില്ലേ നിങ്ങൾ ഇവള് പറഞ്ഞത് ആചാരമാണെന്ന്.
അപ്പം എന്താ എന്നെ തല്ലണോ, നിങ്ങൾ തല്ലിക്കോ, കൊല്ലണോ, കൊന്നോ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി എന്തോ ഒരുമാതിരി വട്ട് കേസ് പോലെ കാണിക്കുമ്പോൾ നീ എന്താ പിങ്കി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് മോഹിനി ചോദിച്ചു. പിന്നെ ഞാൻ എന്താ ചോദിക്കേണ്ടത്, പറഞ്ഞു താ എല്ലാവരും കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് ഇവർക്ക് എല്ലാവർക്കും സമനില തെറ്റിയ ഒരു അവസ്ഥയായിപ്പോയി. കാരണം അത്ര മാത്രം കിടന്ന് അഴിഞ്ഞാടിയുമാണ് പിങ്കി അവിടെ കിടന്ന്. മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് തരുന്ന വാക്കുകളിൽ വിശ്വസിച്ച് ദാ ഇവിടെ വരെ വന്ന് നിൽക്കുക ഞാൻ. ഇപ്പോഴാണ് യാഥാർത്ഥ്യങ്ങൾ എനിക്ക് ബോധ്യമായത്. ഒരുപാട് കാലമായി കണ്ട എല്ലാ സ്വപ്നങ്ങളും കത്തിച്ചാരമായിട്ട്, എന്നിട്ട് ഞാനൊരു ശവം കണക്ക് ഇവിടെ ജീവിച്ചത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതും നഷ്ടപ്പെട്ടു. ഇനി എന്നെ കൂടി കത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും ആകാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഷോ ഇറക്കിക്കൊണ്ടിരിക്കുക പിങ്കി. ലക്ഷ്മിയൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പം നിന്ന് തരണോ ഞാൻ, എന്നെ കത്തിക്കും നിങ്ങൾ എന്നെ കത്തിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടാ പിങ്കി. അപ്പോഴേക്കും നന്ദ ഭയങ്കരമായിട്ട് നിൽക്കുക. അപ്പോഴത്തേക്ക് ഇവിടെ വട്ട് കയറിയിട്ട് അരുന്ധതി വേഗം തന്നെ പിങ്കിക്ക് സൈഡായി. അപ്പം ഇവള് പറയുന്നത് കേട്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മി തല്ലാൻ ഓങ്ങുന്നു പിങ്കിയുടെ നേരെ. അപ്പോഴേക്കും വേണ്ടാന്നും പറഞ്ഞ് അരുന്ധതി തടയുന്നു. പിങ്കി നീ ഇപ്പം അകത്തേക്ക് പോ, അപ്പം എന്നെ നിങ്ങൾ ശിക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പോകാനാണ് പറഞ്ഞത്, പിങ്കി പോ എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി. പിങ്കി അന്നേരത്തേനും തുള്ളിച്ചാടി മുറിയിലേക്ക് പോയി. പിങ്കി പോയി കഴിഞ്ഞപ്പോൾ അവൾ പല നിയന്ത്രണങ്ങളും വിട്ടു നിൽക്കുകയാണ് ലക്ഷ്മി. അവളുടെ കണ്ണിലും മുഖത്തും ഒക്കെ തിളങ്ങുന്നത് ഒരു മരണചിന്തയാണെന്ന് പറഞ്ഞ് അരുന്ധതി ലക്ഷ്മിയോട് പറയുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കും. അവിടെയും നമ്മുടെ നന്ദയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളൊരിതിൽ. എന്നിട്ട് നന്ദയുടെ മുന്നിൽ ചെന്ന് പിങ്കിയെ നീ ഒന്ന് പരിഗണിക്കണമെന്നും ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദയോട് അരുന്ധതി പറയുന്നു. അങ്ങനെ അതും പറഞ്ഞിട്ട് അരുന്ധതി അവിടെ നിന്ന് പോണു. എല്ലാവരും ഇങ്ങനെ എവിടെയും താഴ്ന്നു കൊടുക്കാനും എവിടെയും അഡ്ജസ്റ്റ് ചെയ്യാനും നന്ദ വേണം. മറ്റുള്ളവരുടെ എല്ലാവരുടെയും കൂത്താട്ടങ്ങൾ അവിടെ നടക്കുകയും വേണം. ഇതൊന്നും അറിയാതെ പാവം നമ്മുടെ അർജുൻ അവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അർജുൻ എന്നിട്ട് കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് മുന്നിൽ രക്തരക്ഷസിനെ പോലെ വന്ന് നിൽക്കുന്ന ഭാര്യയാണ്. ആ ഭാര്യയെ കണ്ടപ്പോഴത്തേക്കും അർജുൻ ഇങ്ങനെ ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. താനെന്താ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഹലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്ത് പറ്റിയിടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആർക്കും ഒന്നും മനസ്സിലാവില്ല. എൻ്റെ വിധി, എൻ്റെ തലവര എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ്റെ മുന്നിൽ കിടന്ന് ഷോ ഇറക്കുന്നു. അടുത്തത് അർജുനൊന്നും മനസ്സിലാവുന്നില്ല. അർജുൻ ഇങ്ങനെ നോക്കുക. അതൊരു വാതിലിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് എന്തൊക്കെയോ പിച്ചും പെയ്യും കാണിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. പിങ്കിക്ക് തന്നെ വെളിവില്ല പിങ്കി എന്താ ചെയ്യുന്നത്. വേഗം വാഷ്റൂമിലേക്ക് കയറി. എന്നിട്ട് അവിടെ നിന്ന് ആ ഒരു ഷവറുണ്ടല്ലോ, ആ ഷവർ ഓണാക്കി അതിൻ്റെ അടിയിൽ ഇങ്ങനെ നനഞ്ഞ് കുളിർന്ന് നിൽക്കുക. എന്നിട്ട് പണ്ടത്തെ ഓരോ കാര്യങ്ങളും പിങ്കി ആലോചിക്കുകയാണ്. ഗൗതവുമായിട്ട് ഒരുമിച്ച് ചെലവഴിച്ച ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം ഇതെല്ലാം ആലോചിച്ച് തകർന്നിങ്ങനെ നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ ഓർത്തിരിക്കുന്ന പിങ്കിയെ കാണിച്ചുകൊണ്ടും അതുപോലെ കട്ടിലിൽ ഒന്നും അറിയാതെ ഇരിക്കുന്ന നമ്മുടെ അർജുനെ കാണിച്ചുകൊണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.